നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഡ്യൂക്ക് ഓഡിയോസിൻ്റെ ഒരു മോണോ ആംപ്ലിഫയറിൻ്റെ ക്ലാസ് ഡി മോണോ ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കാനഡയിൽ എത്തിയതിനു ശേഷം നമുക്ക് ആദ്യമായിട്ട് ഒരു റിവ്യൂ യൂണിറ്റ് അയച്ചു തന്നത് ഡ്യൂക്ക് ഓഡിയോസ് ആണ്. അപ്പോൾ അവരുടെ ഒരു ഹൈഫൈ വാക്യൂം ട്യൂബ് ആംപ്ലിഫയറിൻ്റെ റിവ്യൂ, സ്റ്റീരിയോ ആംപ്ലിഫയറിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ നമുക്ക് വീണ്ടും ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. ഡ്യൂക്ക് ഓഡിയോസിൻ്റെ A100 എന്ന് പറയുന്ന ഒരു മോണോ ആംപ്ലിഫയർ. ഇത് ആക്ച്വലി ഒരു സബ്വൂഫർ ആംപ്ലിഫയർ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ സ്റ്റീരിയോ ആയിട്ട് യൂസ് ചെയ്യാം, അത് അല്ലെങ്കിൽ നോർമൽ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് മോണോ മോഡിലേക്ക് മാറ്റി സബ് മോഡിലേക്ക് മാറ്റി സബ് വൂഫർ ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ക്ലാസ് ബി ആംപ്ലിഫയർ ആണ് നമുക്ക് ഈ പ്രാവശ്യം ഡ്യൂക്ക് ഓഡിയോസ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നാട്ടിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നാട്ടിൽ ആമസോണിൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നില്ല. ഇത് പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പം സെപ്റ്റംബർ 20 വരെ ഇവർ 50% ഓഫ് ഈ ഒരു പ്രൊഡക്റ്റിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നാട്ടിൽ അവൈലബിൾ അല്ലാത്ത നിൽക്കുന്ന നാട്ടിൽ കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ നമുക്ക് അലി എക്സ്പ്രസ്സിലൊക്കെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. $228 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് $228 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 15,000 അല്ലെങ്കിൽ ഒരു 16,000 രൂപ എടുത്ത് നമുക്കിതിൻ്റെ, പിന്നെ ടാക്സും വരും, എല്ലാവരും ചേർത്ത് ഒരു 17,000 രൂപ കൂട്ടിക്കോ. എന്തായാലും 17-18 അടുത്ത് വരെ വരുന്ന ഒരു ക്ലാസ് ബി ആംപ്ലിഫയർ ആണ് ഇത് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇത് റിവ്യൂ ചെയ്യാനായിട്ട് അയച്ചു തന്നാൽ അപ്പം എന്തായാലും നമുക്ക് റിവ്യൂ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നാട്ടിൽ ഡ്യൂക്കിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം റിവ്യൂ ചെയ്ത ക്ലാസ് ഡി ഒരു ഹൈഫൈ ആംപ്ലിഫയറും ഇപ്പോൾ നാട്ടിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതൊക്കെ നാട്ടിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാസ് ഡി മോണോ ആംപ്ലിഫയർ ആണ്. 600 വാട്ട്സ് ആണ് ഇവർ പറയുന്നത് മാക്സിമം. നമുക്ക് അത്രയും കിട്ടുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അത്രയും കിട്ടില്ല എങ്കിൽ പോലും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു സബ്വൂഫർ ആംപ്ലിഫയർ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ടിപ്പിക്കലായിട്ട് വരുന്ന ചൈനീസ് ക്ലാസ് ഡി ആംപ്ലിഫയറുകളിൽ വരുന്ന വരുന്ന അതേ ബോക്സ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡ്യൂക്ക് ഓഡിയോ എന്നുള്ള ബ്രാൻഡിങ് ആണ്. മേക്ക് ഹൈഫൈ അഫോർഡബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നോബ് സൗണ്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ പേരൻ്റ് കമ്പനിയാണെന്ന് തോന്നുന്നു, അതിനോട് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ബാക്കിലായിട്ട് അവരുടെ കോൺടാക്ട് ഇൻഫർമേഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ബോക്സ് തന്നെയാണ്. സാധനം അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അഴിച്ചു നോക്കാം. അഴിച്ചു നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് എല്ലാ ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ പാക്കിങ് പോലെ തന്നെ ഫസ്റ്റ് ഒരു ഇതുണ്ട്, സ്പോഞ്ചുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ യൂസർ മാനുവലും വാറണ്ടി കാർഡുമാണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇങ്ങനെയുള്ള ക്ലാസ് ഡി ആമ്പുകളിലൊക്കെ അവർ കൊടുക്കുന്ന യൂസർ മാനുവലിൽ എന്താണെന്നുള്ളതിൽ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിക്കേഷൻസ്, അതിൻ്റെ ഗ്രാഫ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് Q&A സെക്ഷൻസ് ഉണ്ടാവും. കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ്, അപ്പം ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ ഓപ്പറേഷൻ സ്റ്റെപ്സും, സ്പെസിഫിക്കേഷൻസും, അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മോണോ മോഡിലിട്ട് 2 ohms ലോഡ് ചെയ്യുന്ന സമയത്ത് 600 വാട്ട്സ് വരെയാണ് അവർ പറയുന്നത്. കൊടുക്കേണ്ട പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ 48 വോൾട്ട് 10 ആംപിയർ വരെ കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ഇവർ പറയുന്ന വാട്ടേജ് കിട്ടുന്നത്. ഇല്ലെങ്കിൽ നമുക്കൊരു 150 വാട്ട്സ് വരെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പുഷ് ചെയ്യുന്നത്. കറക്റ്റ് അറിയില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സോ കാര്യങ്ങളും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇവർ ഓൺ പേപ്പറിൽ തരുന്നത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. പിന്നാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനകത്തൊരു വളരെ ഹെവി ആയിട്ടുള്ള ഒരു പവർ ബ്രിക്ക് ഇവരോട് കൊടുത്തിട്ടുണ്ട്. 48 വോൾട്ട് 5 ആംപിയർ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു AC കേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാനഡയിൽ കൊടുക്കുന്ന ടൈപ്പ് പിന്നാണ് ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പം നോബ് സൗണ്ട് എന്നുള്ള ബ്രാൻഡിങ് കാണുന്നുണ്ട്. അപ്പം ഫോസി ഓഡിയോയുടെ ക്ലാസ് ഡി ആംപ്ലിഫയർ റിവ്യൂ ചെയ്ത സമയത്ത് അതിനകത്തും സെയിം ബ്രിക്ക് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ബ്രാൻഡിങ് വ്യത്യാസമുണ്ട്. അതായത് ഈ ഒരു ലേബലിംഗ്, ഈ ഒരു നെയിം പ്ലേറ്റ് വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം സെയിം സാധനം തന്നെയാണ്. അപ്പം ഇതൊക്കെ ഒരു പേരൻറ് കമ്പനിയിൽ തന്നെ ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എനിവേ കുഴപ്പമില്ല. പിന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ക്ലാസ് ഡി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. A100 എന്ന് പറയുന്ന ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതുവരെ കിട്ടിയതിൽ അത്യാവശ്യം ഹെവി ആയിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഒരു വെയിറ്റ് ഉണ്ട്. വെയിറ്റ് വന്നിട്ട് എങ്ങനെ പോയാലും ഒരു 500 ഗ്രാം ഉണ്ടാകുന്ന വെച്ചാൽ 1/2 കിലോയ്ക്ക് അടുത്ത് ഭാരമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് സ്പെക്ക് നോക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹെവിയാണ്. ഫുൾ അലുമിനിയം കേസിങ്ങിലാണ് ഇവർ ചേർത്തിട്ടുള്ളത്. ടോപ്പിൽ തന്നെ ഒരു ഹീറ്റ് സിങ്ക് ഉണ്ട്, നമുക്കിവിടെ കാണാൻ കഴിയും. ഇതൊരു ഹീറ്റ് സിങ്കോട് കൂടി തന്നെ വരുന്നൊരു ക്യാബിനാണ്. അപ്പോൾ ഒരു നല്ലൊരു ഹീറ്റ് ഡിസിപ്പേഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കർവുള്ളൊരു ഡിസൈനൊക്കെ കൊടുത്ത് ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ്, ബ്ലാക്കിൽ കളറിൽ വന്നിട്ട് ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷാണ് അവർ കൊടുത്തിട്ടുള്ളത്.
മുകളിൽ തന്നെ ഡൂക്ക് ഓഡിയോ എന്നുള്ള ബ്രാൻഡിങ് വലുതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. A100 എന്നുള്ള മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കൊരു സ്വിച്ച് വരുന്ന ഒരു ടോഗിൾ സ്വിച്ച് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഓഫ് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യും. അതൊരു 3-way സ്വിച്ചാണ്. ഓൺ ഓഫ് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യും. അതിന് മുകളിലേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മോണോ മോഡിലേക്ക് പോകും. പിന്നെ ഒന്നും കൂടെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റീരിയോ മോഡിലേക്ക് പോകുന്നതാണ്. പിന്നെ ഇതിനകത്ത് രണ്ടാമത്തെ ഒരു ടോഗിൾ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് സബ് എന്ന്, അതായത് നമുക്ക് ലോ പാസ് ഫിൽറ്റർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സബ് എന്നുള്ള ഒരു മോഡിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഫ്ലാറ്റ് നോർമലായിട്ട് നമുക്ക് ഇതിനകത്ത് ബേസ് ട്രിബിൾ കൺട്രോളൊന്നുമില്ല, പാട്ട് കേൾക്കാനായിട്ട് നോർമൽ ഒരു സ്റ്റീരിയോ അല്ലെങ്കിൽ മോണോ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം ഈ സബ് മോഡിലേക്ക് ഇട്ടിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് 2 സബ് വൂഫർ കൊടുക്കുന്ന ഒരു സ്റ്റീരിയോ സബ് ആംപ്ലിഫയർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് മോണോ മോഡിലേക്ക് ആക്കിയിട്ട് ഒരു 10-300 അല്ലെങ്കിൽ ഒരു 600 വാട്ട്സ് വരെ ഒരു പറയുന്ന രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു മോണോ സബ് വൂഫർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യും. ഇനി അത് ഫ്ലാറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതും മോണോ ഫ്ലാറ്റ് തന്നെ, അതായത് നോർമൽ പാട്ട് കേൾക്കുന്ന ആംപ്ലിഫയർ ആയിട്ട് തന്നെ അത് മോണോയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റീരിയോയിൽ യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉള്ള ഒരു സെറ്റപ്പാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. തൊട്ടിപ്പുറത്ത് പവർ ഓൺ ആയെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള LED ഉണ്ട്. പിന്നാണ് സൂപ്പർ ബേസ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല സൗണ്ട് തിരിക്കാനായിട്ട് നല്ല മെറ്റൽ നോബ്, നല്ല ഫിനിഷ് ഉള്ളൊരു മെറ്റൽ നോബ് കൂടി കൊടുത്തിട്ടുണ്ട്. 4 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ബേസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് സബ് ഫിൽറ്ററിനകത്ത് വരുന്ന ഗെയിൻ കൂട്ടുന്ന എന്തെങ്കിലും ട്യൂണിങ് ആയിരിക്കാം. എന്തായാലും ഇത് കൂട്ടുന്ന സമയത്ത് നമുക്ക് ബേസ് നല്ല പഞ്ചി ബേസ് നമുക്ക് കയറി വരുന്നുണ്ട്. പിന്നെ തൊട്ട് അപ്പുറത്തെ നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ് വൂഫർ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സബ് വൂഫറിൻ്റെ ട്യൂണിങ് അനുസരിച്ച് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച്, പാരാമീറ്റേഴ്സ് അനുസരിച്ച് നമുക്ക് നമ്മുടെ സബ് വൂഫർ ബോക്സ് ട്യൂൺ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓക്സ് വോളിയം എന്ന് പറയുന്ന ഒരു വോളിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ആംപ്ലിഫയറിൽ നമുക്കൊരു 3.5 mm ഓക്സ് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഈ ഔട്ട്പുട്ടിൻ്റെ വോളിയം നമുക്ക് ഈ ആംപ്ലിഫയറിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു കൺട്രോളാണ് ഇതെന്ന് പറഞ്ഞാൽ. അതായത് ഈ ഒരു ഓക്സ് ഔട്ട്പുട്ടിൽ നമുക്ക് മറ്റേതെങ്കിലും ആംപ്ലിഫയറുകൾ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് സബ് വൂഫർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹോം തിയേറ്റർ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. ഇതിലേക്ക് വരുന്ന ഓഡിയോ ആ ആംപ്ലിഫയറിലേക്ക് അവർ കൊടുക്കാൻ പറ്റും. ഇനി ആ ആംപ്ലിഫയറിൽ നമുക്ക് അത്രയും സൗണ്ട് വേണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്കതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നോർമൽ മാസ്റ്റർ വോളിയാണ്. അത് നമ്മുടെ ഈ ആംപ്ലിഫയറിൻ്റെ വോളിയാണ്. ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ഇതങ്ങനെ വലിയ വലിപ്പമൊന്നുമില്ല. ബാക്കിലേക്ക് ഒരു 5 ഇഞ്ചോളം മാത്രമേ ഇതിൻ്റെ ബാക്കിലേക്ക് വീതി വരുന്നുള്ളൂ. ഈ ഒരു വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6.75, ഒരു 7 ഇഞ്ച്, ഒരു 8 ഇഞ്ചിൻ്റെ അടുത്ത് വീതി വരുന്നുണ്ട്. ഹൈറ്റ് വന്നിട്ട് ഏകദേശം ഒരു 2 ഇഞ്ച് മാത്രമേ ഹൈറ്റ് വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാം. ഓഡിയോ എന്ന് പറഞ്ഞിട്ട് RCA സോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ഗോൾഡൻ ഫിനിഷ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു RCA സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3.5 mm ഓക്സിലറി ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബനാന സോക്കറ്റുകളാണ്. നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡൻ ഫിനിഷുള്ള ബനാന സോക്കറ്റ് നല്ല ക്വാളിറ്റിയുള്ള കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സ്പീക്കർ ഔട്ട്പുട്ട് ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് മോണോ മോഡിലേക്കാണ് മാറ്റുന്നതെങ്കിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ളത്, അതായത് ഈ ചാനലിൻ്റെ പ്ലസും അടുത്ത ചാനലിൻ്റെ പ്ലസും കൂടെ ആണ് നമ്മൾ മോണോ മോഡ് എന്നുള്ള രീതിയിൽ സബ് വൂഫറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീക്കറിലേക്കോ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ പവർ സപ്ലൈ അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ട പോർട്ടുണ്ട്. 24 വോൾട്ട് മുതൽ 48 വോൾട്ട് വരെ, 24 മുതൽ 48 വോൾട്ട് വരെ ഇതിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 48 വോൾട്ട് 5 ആമ്പിയർ ആണ്. 10 ആമ്പിയർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ആംപ്ലിഫയർ തന്നെയാണ്. ഇനി ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ ആംപ്ലിഫയറിൻ്റെ ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പവർ ആംപ്ലിഫയർ ചിപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TPA 3255 എന്ന് പറയുന്ന ഒരു ക്ലാസ് D ചിപ്പാണ് ഇതിൻ്റെ പവർ ആംപ്ലിഫയർ സെക്ഷനിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നോർമലി നമുക്കൊരു 120 വാട്ട്സ് പെർ ചാനൽ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ മോണോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 315 വാട്ട്സ് ആണ് അതിൽ മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നത് 4 ohms ലോഡ് ചെയ്യുന്ന സമയത്ത്. 2 ohms ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് 600 വാട്ട്സൊക്കെയാണ് അവർ പറയുന്നത്. പ്രൊവൈഡഡ് നമ്മൾ 48 വോൾട്ട് 10 ആമ്പിയർ പവർ സപ്ലൈ എങ്കിലും കൊടുക്കണം. അപ്പം അത് ഡിപ്പെൻസ് ആണ് നമ്മൾ കൊടുക്കുന്ന സ്പീക്കർ, അത് കൊടുക്കുന്ന ലോഡ്, ഇതിനേക്ക് ഡിപ്പെൻഡ് ചെയ്തിൻ്റെ വാട്ട്സ് വരും. അപ്പോൾ അവർ മാക്സിമം കിട്ടാവുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം കിട്ടും എന്നുള്ളതിൽ എനിക്ക് യാതൊരു ഉറപ്പില്ല. പിന്നെ മറ്റ് സ്പെസിഫിക്കേഷനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നോർമൽ ക്ലാസ് D ആംപ്ലിഫയറിൽ കണ്ടുവരുന്ന എല്ലാ സ്പെസിഫിക്കേഷൻസിൽ വരുന്നുണ്ട്. നോർമൽ ഒരു അതിൻ്റെ PCB നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എന്താ പറയുക 4 ലെയർ ഇമേഴ്സീവ് ഗോൾഡ് PCB ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കപ്പാസിറ്റേഴ്സൊക്കെ തന്നെ ജാപ്പനീസ് റുബിക്കോൺ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, എൽന കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജർമ്മൻ WIMA കപ്പാസിറ്റേഴ്സും യൂസ് ചെയ്തിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു നല്ല വളരെ ഡിസ്റ്റോർഷൻ കുറഞ്ഞ നല്ല മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കിട്ടുന്ന രീതിയിലാണ് നമുക്കറിയാം ക്ലാസ് D ആംപ്ലിഫയറുകളിൽ നമുക്ക് കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം, സബ് മോഡിലും നോർമൽ മോഡിലും, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ആംബ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, പവർ സപ്ലൈ കൊടുത്തു, സെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്.
ഓക്കെ, സെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ഡാക്ക് ത്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഡാക്കിൽ നിന്നുള്ള ഔട്ട് ഒരു RCA കേബിൾ വഴി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റത്തിലാണ് പാട്ട് പ്ലേ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഇതിൻ്റെ ഔട്ട് നേരെ ഇതിൽ കൊടുത്തിട്ട് ഇതിൻ്റെ പ്രീ ഔട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തു. അപ്പോൾ ചെറിയൊരു ഗെയിൻ കുറവായിട്ട് കണ്ടു. അതുകൊണ്ട് ഡയറക്റ്റേയും കൊടുത്തു. നമുക്ക് അല്ലാതെയും നോക്കാം. ഇപ്പം നമ്മൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് വൂഫർ മോഡിലാണ് ഇട്ടിരിക്കുന്നത്, മോണോ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും പ്ലേ ചെയ്ത് നോക്കാം. നോൺ കോപ്പറേറ്റ് സോങ് ആണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. നമുക്കിനി ഫ്ലാറ്റ് മോഡിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. ഒരു റിലേ ഒക്കെ വെച്ചിട്ടുള്ളൊരു സർക്യൂട്ടാണ് സംഭവം. ഞാൻ സബ് മോഡിലേക്ക് മാറ്റുകയാണ്. സബ് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരിച്ച് സാധാ മോഡിലേക്ക് മാറ്റി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡൂക്കിൻ്റെ A100 എന്ന് പറയുന്ന ഈ ഒരു സബ് വൂഫർ ആംപ്ലിഫയറിനെ പറ്റി പറയാനായിട്ടുള്ളത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു ഓഡിയോ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരു കിടിലൊരു ആംപ്ലിഫയർ നമ്മുടെ ഇരിപ്പുണ്ട്. സാംസങ്ങിൻ്റെ ഒരു പഴയ സ്റ്റീരിയോ ആംപ്ലിഫയർ. അപ്പോൾ അതൊരു STK ആംപ്ലിഫയർ ആണ്. അതിൻ്റെ റിവ്യൂ ഉടനെ വരുന്നുണ്ട്. സോ അപ്പോൾ ഇന്നാലും നമ്മൾ ഡോക്കിൻ്റെ ഈ ഒരു മോണോ ആംപ്ലിഫയറാണ് റിവ്യൂ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. Thanks for watching.